നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിന്റെ നിയമങ്ങൾ പ്രകാരം 18 വയസ്സാണ് ലീഗലി ഒരാൾക്ക് വോട്ട് ചെയ്യാനുള്ള മിനിമം പ്രായപരിധി. എന്താണ് ഈ 18 വയസ്സിന്റെ പ്രത്യേകത? ചില പ്രത്യേക തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ ഒരു മിനിമം സ്കില്ല് നേടിയെടുക്കുന്ന പീരീഡായിട്ടാണ് ആസ് പെർ റിസർച്ചസ് 18 എന്നുള്ള ഒരു ഏജ് വന്നേക്കുന്നത്. എന്നാൽ നമ്മൾ ഒരു ഗവൺമെന്റിനെ ചൂസ് ചെയ്യാൻ വേണ്ടി, അത് സെൻട്രൽ ആയിക്കോട്ടെ, സ്റ്റേറ്റ് ആയിക്കോട്ടെ, ഇനിയിപ്പം വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, ആ ഒരു ഡിസിഷൻ നമുക്ക് തെറ്റാണെന്നുണ്ടെങ്കിൽ 5 വർഷത്തിന് ശേഷം നമുക്ക് തിരുത്താനുള്ള ഒരു അവസരമുണ്ട്. ബട്ട് നമ്മുടെ ലൈഫിൽ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ് കരിയർ. ആ ഒരു ഡിസിഷൻ ഒരു പാകപ്പിഴ വന്നാലോ അത് ഭയങ്കര ഒരു വില കൊടുക്കേണ്ടി വന്നേക്കാം. സോ അതുകൊണ്ട് തന്നെ കരിയർ ചൂസ് ചെയ്യുമ്പോൾ നമ്മുടെ എത്രത്തോളം എഫേർട്ട് ഇടാവും അത്രത്തോളം എഫേർട്ട് ഇട്ട് തന്നെ അത് ചൂസ് ചെയ്യണം. എങ്ങനെ ഒരു കരിയർ ഈസി ആയിട്ട് ചൂസ് ചെയ്യാം എന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ് ഈ വീഡിയോ നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഈ കഴിഞ്ഞ ഒരു 10 to 15 ഇയേഴ്സ് നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ 5 വർഷം കഴിയും തോറും നിങ്ങളുടെ കരിയർ ഗോൾസും അംബീഷൻസും എല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ടാകും. എന്തുകൊണ്ടാണ് ആ ചേഞ്ച് സംഭവിച്ചത്? നമുക്ക് കിട്ടിയ അറിവിൻ്റെ ബേസിലാണ് നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കുന്നത്. സോ അറിവ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ തീരുമാനങ്ങളും വ്യത്യസ്തപ്പെടും. അതുപോലെ തന്നെ ഇന്ന് ലോകത്തിലുണ്ടായിരിക്കുന്ന ടെക്നോളജിക്കൽ അല്ലെങ്കിൽ അതുപോലുള്ള ചേഞ്ചസിൻ്റെ ഫലമായിട്ട് ഏകദേശം ഒത്തിരി കരിയേഴ്സ് ഇല്ലാണ്ടായി പോയിക്കൊണ്ടിരിക്കുകയാണ്. വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ കണക്കുകൾ പ്രകാരം 2030 ആകുമ്പോൾ ഇന്നുള്ള 50% കരിയേഴ്സും ഉണ്ടായിരിക്കില്ല, പുതിയ പല കരിയേഴ്സുമാണ് ഉണ്ടായിരിക്കുക. സോ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് തന്നെ വേണം ഇനിയത്തെ ഒരു വേൾഡിൽ കരിയർ ചൂസ് ചെയ്യേണ്ടത്. സോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആ ഒരു പോയിന്റ്സിലേക്ക് നമുക്ക് കടക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ പേനയും പേപ്പറും അല്ലെങ്കിൽ ഒരു ബുക്കും പേനയും റെഡിയാക്കി വെക്കുക. സോ പോയിന്റ് നമ്പർ 1, സക്സസ് ഇൻ എ കരിയർ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഹാപ്പിനെസ് ഇൻ അവർ ജോബ് ഓർ വർക്ക്. നമ്മുടെ ഹാപ്പിനെസ് ലെവൽ ആ ഒരു പെർട്ടിക്കുലർ കരിയറിൽ നിൽക്കുമ്പോൾ എത്രത്തോളം ഉണ്ട്, അതാണ് കരിയർ സക്സസിൻ്റെ സിമ്പിളായിട്ടുള്ള അളവുകോൽ. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജോബ് ടൈറ്റിൽ മാറ്റി വെച്ചിട്ട് നമ്മൾ ആ ഉദ്ദേശിക്കുന്ന ആ ഒരു റോളിൽ എന്തൊക്കെ ടാസ്കും ആക്ടിവിറ്റീസും ആണ് ഉള്ളതെന്നുള്ളതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇപ്പം ടൈറ്റിൽസ് എന്ന് പറയുമ്പം HR മാനേജർ, CEO, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കർ, മെക്കാനിക്കൽ എഞ്ചിനീയർ, സർജൻ, അങ്ങനെയുള്ള ടൈറ്റിൽസ് നമ്മൾ മാറ്റി വെച്ചിട്ട് ഈ ടൈറ്റിൽസിനകത്തുള്ള റോളിനകത്ത് എന്തൊക്കെ ഫങ്ഷൻസ് ആണ് നടക്കുന്നതെന്ന് നോക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പുതിയ ആൾക്കാരെ പരിചയപ്പെടാൻ ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ്. അപ്പം ആ ടാസ്കും ആക്ടിവിറ്റീസും ഉള്ള ഒരു ജോബ് റോളും അതിനുള്ള ടൈറ്റിലും എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്, റിവേഴ്സ് ഓർഡറിലല്ല. സോ ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് താല്പര്യമുള്ള, നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള, പാഷനേറ്റ് ആയിട്ടുള്ള ടാസ്കും ആക്ടിവിറ്റീസും എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പോയിന്റ് നമ്പർ 2, സ്പിരിറ്റ് ഓഫ് എൻക്വയറി. ഇത് ഫസ്റ്റ് പോയിന്റ് കണ്ടിന്യൂവേഷനാണ്. നമുക്ക് പാഷനേറ്റ് ആയിട്ടുള്ള, താല്പര്യമുള്ള ടാസ്കുകളും ആക്ടിവിറ്റീസും നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടാസ്കുകളും ആക്ടിവിറ്റീസും നടക്കുന്ന ജോബ് റോൾസ് ഏതൊക്കെയാണെന്നുള്ള റിസർച്ചാണ് നമ്മൾ തുടങ്ങേണ്ടത്. അതായത് നമ്മൾ ഈവൻ സിനിമ കാണുമ്പോഴത്തേക്കും നമ്മൾ ഒരു ബാങ്കിലോ അല്ലെ ഹോസ്പിറ്റൽസിലോ നമുക്ക് പോകാൻ സാധ്യതയുള്ള എവിടേക്കാണോ അവിടെ എല്ലാം ചെല്ലുമ്പോൾ ഈ സിമിലർ ആയിട്ടുള്ള ടാസ്കും ആക്ടിവിറ്റീസും എവിടേക്കാണ് നടക്കുന്നത്, ഏതൊക്കെ റോൾസിലാണ് നടക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുക. അതും നിങ്ങൾ റെക്കോർഡ് ചെയ്യുക. ദെൻ അതുപോലെ തന്നെ വേൾഡിൽ ഒത്തിരി ടെക്നോളജിക്കൽ ഇന്നോവേഷൻസും കാര്യങ്ങളും നടക്കുന്നുണ്ട്. സോ അതിനെപ്പറ്റിയും നിങ്ങൾ കണ്ടിന്യൂസ് റിസർച്ച് നടത്തിക്കൊണ്ടേയിരിക്കുക. ഫസ്റ്റ് 2 പോയിന്റ്സ് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ 3rd പോയിന്റിലേക്ക് കിടക്കാം. 3rd പോയിന്റ് ഈസ് ഇക്കിഗൈ. അതായത് വേൾഡിലെ നമുക്ക് കരിയർ ചൂസ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രവർത്തന മേഖല ചൂസ് ചെയ്യാൻ ഒത്തിരി വഴികളുണ്ടെങ്കിലും അതിനകത്ത് ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടൊരു ഫോർമാറ്റാണ് ഇക്കിഗൈ. ഒരു ജാപ്പനീസ് സിസ്റ്റമാണ്. അതൊരു 3 സർക്കിൾസിനകത്താണ് അതുള്ളത്. അതായത് അതിൻ്റെ ഇൻ്റർസെക്ഷനാണ് നമ്മുടെ കരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബെസ്റ്റ് കരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ വാട്ട് യു ആർ ഗുഡ് അറ്റ്, നമ്മൾ എന്തിനൊക്കെയാണ് നല്ലത്, നമ്മൾ എന്തിനൊക്കെയാണ് പാഷനേറ്റ്. സെക്കൻഡ് സർക്കിൾ എന്ന് പറഞ്ഞാൽ അതിന് വെദർ ദർ ഈസ് എ നീഡ് ഇൻ ദ മാർക്കറ്റ്. നമ്മൾ നല്ലതായതുകൊണ്ട് മാത്രം കാര്യമില്ല, അതിന് മാർക്കറ്റിലൊരു നീഡുണ്ടോ, ആ ഒരു സർവീസോ പ്രൊഡക്റ്റോ എന്തെങ്കിലും ചെയ്യുന്നതിന് മാർക്കറ്റിലൊരു നീഡുണ്ടോ. 3rd സർക്കിൾ സൂചിപ്പിക്കുന്നത് വെദർ ദ മാർക്കറ്റ് ഈസ് വില്ലിംഗ് ടു പേ. ഇപ്പം നമ്മൾ ഭയങ്കര പാഷനേറ്റ് ആയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, അതിന് മാർക്കറ്റിൽ നീഡും ഉണ്ടായിട്ട് കാര്യമില്ല, അതിന് മാർക്കറ്റിൽ നിന്നൊരു പേയ്മെൻറ്റും കൂടെ തരാൻ തയ്യാറായില്ലെങ്കിൽ കാര്യമില്ല. സോ ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ പോയിന്റ്
അതാണ് ഇക്കിഗൈ, അതാണ് നമ്മുടെ ഗോൾഡൻ സ്പോട്ട് എന്ന് പറയുന്നത്. അത് റിലേറ്റഡ് ഒരു കരിയർ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നും പിന്നും നോക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഈ ജാപ്പനീസ് സിസ്റ്റം പറയുന്നത്. ഇക്കിഗൈ മെത്തേഡ് പ്രകാരം നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ ഒരു 3 to 4 കരിയർ ഓപ്ഷൻസ് എടുത്തിട്ടുണ്ടാവും. സോ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ കരിയറിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കോഴ്സ് ആൻഡ് കോളേജ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ അതിന് പറ്റുന്ന കോഴ്സ് ഓപ്ഷൻസ് എടുക്കുക. ദെൻ കോഴ്സിനകത്ത് ഇനിയിപ്പോൾ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് വന്നാൽ പോലും കോളേജ് ഓർ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുന്നതിനകത്ത് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ പഠിക്കുന്ന ഒരു ആംബിയൻസ്, കൂടെ പഠിക്കുന്ന സ്റ്റുഡൻസ്, ഇതെല്ലാം തന്നെ നമ്മളെ ഹൈലി ഇൻഫ്ലുവൻസ് ചെയ്യും. നമ്മളെ ചലഞ്ച് ചെയ്യുന്നതും കൂടുതൽ തിങ്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതായിട്ടുള്ള ഒരു ആംബിയൻസിലായിരിക്കണം പോയി പഠിക്കുന്നത്. ഒരിക്കലും നമ്മുടെ ഒരു മുനിസിപ്പാലിറ്റിയിലോ വില്ലേജിലോ ഈവൻ ഒരു 5 ജില്ലയിലുള്ള സ്റ്റുഡൻസിൻ്റെ എങ്കിലും ഒപ്പം നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റണം. ഏറ്റവും ബെസ്റ്റ് ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലത്തെ ഒരു 5 സ്റ്റേറ്റ്സിൽ നിന്നുള്ള സ്റ്റുഡൻസിനൊപ്പം പഠിക്കണം. ഇനി ഏറ്റവും ബെസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ ഒരു 5 രാജ്യങ്ങളിൽ നിന്നുള്ള സ്റ്റുഡൻസിൻ്റെ എങ്കിലും ഒപ്പം പഠിക്കുന്നതാണ്. അതിൽ നിന്ന് എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ആ ഒരു ചിന്തകളുടെ വ്യാപ്തി ഭയങ്കരമായിട്ട് വർദ്ധിക്കും. നമ്മൾ ഈ ലോകത്തെ കാണുന്ന രീതി മാറും. സോ ഓട്ടോമാറ്റിക്കലി നമ്മളൊരു ഹൈ ഡിഫൈൻഡ് ഒരു കരിയറിലേക്ക്, ഇമോഷണലി മച്യൂർഡ് ആയിട്ട് ഒരു കരിയറിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ നമ്മൾ ഓട്ടോമാറ്റിക്കലി പ്രാപ്തരാകും. പോയിന്റ് നമ്പർ 5, ഷാർപ്പൻ യുവർ ആക്സ്. പലപ്പോഴും സ്റ്റുഡൻസിന് പറ്റുന്ന ഒരു അബദ്ധമാണ്, വൺസ് ഒരു കോളേജും ഒരു കോഴ്സും ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കോളേജിൽ നിന്നെല്ലാം പഠിപ്പിച്ചോളുമല്ലോ, അതിൽ നിന്ന് എനിക്ക് നല്ല പ്ലേസ്മെൻറ്റും കിട്ടി പോകുമല്ലോ എന്നൊരു ധാരണയിൽ അവർ സിലബസ് മാത്രം പഠിച്ചുകൊണ്ടിരിക്കും. ഇവിടെ നമ്മൾ ജിം റോൺ പറഞ്ഞിരിക്കുന്ന ഒരു കോട്ട് വളരെയധികം പ്രസക്തമാണ്. ഫോർമൽ എഡ്യൂക്കേഷൻ വിൽ മേക്ക് യു എ ലിവിങ്, ബട്ട് സെൽഫ് എഡ്യൂക്കേഷൻ വിൽ മേക്ക് യു എ ഫോർച്യൂൺ. അതായത് നമുക്ക് എത്രത്തോളം നമുക്ക് ലൈഫ് ഉണ്ടോ അത്രയും നാൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊരു ലേണർ ആയിരിക്കണം. നമ്മുടെ കരിയർ മേഖലയിൽ ഒരു ടോപ്പ് 3 സ്കിൽസ് ഏതൊക്കെയാണ് നമ്മുടെ കരിയർ മേഖലയിൽ സക്സസ് ആവാൻ വേണ്ടി വേണ്ടത്, ആ സ്കിൽസ് എന്നും പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഫീൽഡിലാണെന്നുണ്ടെങ്കിൽ സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിന് എങ്ങനെ കൂടുതൽ കസ്റ്റമേഴ്സിനെ ടേക്ക് കെയർ ചെയ്യാം, കൺവിൻസ് ചെയ്യാം, അതിലുള്ള റിസർച്ചിലായിരിക്കണം. ഈവൻ എഞ്ചിനീയറിംഗ് ഓർ ടെക് സെഗ്മെൻറ്റിലാണെന്നുണ്ടെങ്കിൽ അവിടെയും ലേറ്റസ്റ്റ് വരുന്ന അഡ്വാൻസ്മെൻറ്റ് കൊണ്ട് എങ്ങനെ എൻ്റെ ജോബ് 1 hour കൊണ്ട് ചെയ്യുന്നത് 5 minute കൊണ്ട് ചെയ്യാം എന്നുള്ള റിസർച്ച് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ലേണേഴ്സിനായത് ഇനിയത്തെ വേൾഡ് തന്നെ. ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ താഴെയുള്ള ലിങ്കിൽ കയറി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കുള്ള സംശയങ്ങളും ക്വസ്റ്റ്യൻസും ഒക്കെ തന്നെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ് ലൈക്ക് ദിസ്.